ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് മീൻ പിടിക്കുന്ന വീഡിയോ, സ്നേക്ക് ഇട്ട് നമ്മൾ ചൂണ്ടയിട്ട് പിടിക്കുന്ന വീഡിയോ, നമ്മുടെ ബേബി ചേട്ടൻ്റെ ഒക്കെ കുത്തുവല വെച്ചുള്ള തോട്ടിലൊക്കെ വെച്ചുള്ള മീൻ പിടുത്തങ്ങൾ കണ്ടുള്ളൂ. നമ്മൾ റോഡെ കൂടെ ചുമ്മാ ഇങ്ങനെ കായലിൻ്റെ സൈഡിൽ കൂടെ പോകുമായിരുന്നു. പോയപ്പോൾ നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ പോയത്. അപ്പം കായലിൻ്റെ നടുക്ക് ഒരു വലിയ വല ഞങ്ങൾ കണ്ടു. വലയും കണ്ട് സൈഡിൽ കുറേ ആൾക്കാർ നിൽക്കുന്നു, ഒരു 10-13 പേരുണ്ട്. അപ്പോൾ അവർ വെച്ച് ഒരു വലിയൊരു മീൻ പിടുത്തമായിരുന്നു വല വെച്ചുള്ള. അപ്പോൾ ആ മീൻ പിടുത്തത്തിൻ്റെ വീഡിയോ ആണ്. നിങ്ങളിത് കണ്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, കുറേ പേരെ ചാനലിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടായിരിക്കും. അപ്പം നിങ്ങൾ പോയി ആ ഒരു വീഡിയോ കണ്ടുപോകുക. നമ്മളിത് ഇതിലെ റോഡിൽ കൂടെ പോയപ്പോൾ കണ്ടൊരു കാഴ്ച, അത് പെരുവല വെച്ച് മീൻ പിടിക്കുന്ന നമ്മൾ യൂട്യൂബിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ നേരിട്ട് പറഞ്ഞത് ഇപ്പം കണ്ട് നമ്മുടെ അടുത്തുള്ള ആറ്റിൽ മീൻ പിടിക്കുന്നുണ്ടോ. ഇവർ 10-13 പേരുണ്ട്. അപ്പോൾ ഇവരിതേ വല ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് മീനെ എടുക്കാനായിട്ട് പോകും. എന്തൊക്കെ മീൻ കാണും ചേട്ടാ? രാവിലെ വന്നേ ഇവരിത് ഇത് കണ്ടത് ഇവരുടെ വള്ളം, ഈ വള്ളത്തിൽ ഇവർ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് തയ്യാറായിട്ടാണ് ഇവർ വന്നത്. ഇപ്പോൾ രാവിലെ വന്നുള്ളൊരു മീൻ പിടുത്തം. അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും മീൻ കിട്ടുമെന്ന്. അപ്പോൾ അവരിത് അതുണ്ടോ വല ചുറ്റിനും ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടിട്ട് കായലിൻ്റെ അങ്ങേറ്റത്ത് നിന്ന് വലിച്ച് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അവരൊരു 10-13 പേരുണ്ട്. അവരുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ കാണുന്നത് ഇതുണ്ടോ. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയുള്ള മീൻ പിടുത്തം. കടലിൽ മീൻ പിടിക്കുന്ന പോലൊക്കെ തന്നെയുള്ള ഒരു മീൻ പിടുത്തം തന്നെ കായലിലെ ഇത്. കുറച്ച് പേര് വെള്ളത്തിറങ്ങി കിടക്കുന്നു, കുറച്ച് പേര് വള്ളത്തിന് മേളിൽ നിന്ന് വല വലിക്കുന്നു. 2-3 പേര് ഇതേ അങ്ങേറ്റത്ത് വലയിൽ ഉടക്കം കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ ഇതാക്കി വിടുന്നു. അവരിതേ വല അങ്ങന്ന് വലിച്ച് സൈഡ് വരെ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യമേ തന്നെ ഒരു മീൻ കിട്ടിയായിരുന്നു, ഒരു തൂളീനെ കിട്ടിയായിരുന്നു. അപ്പോൾ അത് ആ ചേട്ടൻ നിൽക്കുന്നതിന് അങ്ങോട്ട് അവർ എടുത്തിട്ടിട്ടുണ്ട്. വലതേ കൂന കണക്ക് കൂട്ടിയിട്ടത് അങ്ങോരുണ്ടായിരുന്നു വല അങ്ങേറ്റത്ത് വരെ. അവിടുന്ന് കൂന കണക്ക് കൂട്ടി ഇവിടെ സൈഡിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടൊരു മീൻപിടുത്ത കാഴ്ച. അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂട്യൂബിൽ ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതേ നോക്കിക്കഴിഞ്ഞാൽ മീനൊക്കെ ഇങ്ങനെ ചാടുന്നതാണ്. അത് 2-3 മീനൊക്കെ ഇങ്ങനെ ജമ്പ് ചെയ്യുന്നുണ്ട്. വലതേ അവർ വട്ടത്തിൽ സൈഡ് വരും. ഏത് വലയുടെ തുമ്പ? ആ, വലയുടെ തുമ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു ഹൗസ് ബോട്ടൊക്കെ വരുന്നത് അതുണ്ട്. അതുണ്ട് വള്ളത്തിൽ ഫ്രിഡ്ജ് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മീനുണ്ടെങ്കിൽ അത് ഇടാൻ വേണ്ടിയായിരിക്കും. അവർ വെള്ളത്തിൻ്റെ നടുക്ക് വെച്ചിട്ട് എടുക്കുന്നതുകൊണ്ട് മീനെ വലുതായിട്ട് കാണാൻ പറ്റത്തില്ല. മീനുണ്ടാകുന്ന നമുക്ക് നോക്കാം. അതാണ്ട വള്ളം നിറച്ച് മീൻ കിടക്കുന്നുണ്ട്. ഒരു നേരത്തെ വല വെച്ച് പിടിച്ചാന്ന് തോന്നുന്നു. തൂളി ചേട്ടാ, അതൊരു പെട്ടി കിടക്കുന്നടാ ആ വലക്കകത്ത്. മറ്റേ കരിമീൻ പിടിക്കുന്നവർ വെക്കുന്ന പെട്ടിയാണ്. വലിയ കുനിയും കെട്ടിയത് എനിക്ക് കരിമീൻ പിടിക്കുന്ന പെട്ടി വലിയ കുനിയും കെട്ടി. അത് കണ്ട ഇവിടെ ഒരു ചേട്ടൻ കരിമീൻ പിടിക്കുന്നുണ്ട്. ആണോ? പുള്ളിയതായിരിക്കും. മീനുണ്ടല്ലോടാ, ചാടുന്നുണ്ടല്ലോ. കുറച്ചുകൂടെ അങ്ങോട്ട് പോയി എടുക്കാൻ പറ്റുന്നു കേട്ടോ. നല്ലൊരു വലുതുറഞ്ഞ ചാളി കണ്ടില്ലേ? വാള കിടക്കുന്നുണ്ട് അടിയിൽ.
എന്തുണ്ട് മറ്റന്നാളെ വന്നേ. ആളത്തിന് കിടക്കുന്ന നൂല് ഇപ്പം വലയെ കിട്ടിയ മീനാ നീ കാണുന്നുണ്ടോ? ആ മതി.